എറണാകുളം നോർത്ത് ടൗൺ ഹാളിനോട് ചേർന്നുള്ള കടയിൽ തീപിടുത്തം. മെട്രോ പില്ലർ നമ്പർ 618 നോർത്ത് പാലത്തിന് സമീപത്തുള്ള കടയ്ക്കാണ് തീപിടിച്ചത്. സഹിൻ ആന്റണി നൽകും വിവരങ്ങൾ. സഹിൻ, വലിയ തീപിടുത്തമാണോ? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3:15 കൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഈ എറണാകുളം നോർത്ത് ടൗൺ ഹാളിന് സമീപത്തുള്ള ഫർണിച്ചർ സെക്കൻഡ് സ്റ്റൈൽ കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 10:30 കൂടി കടയുടമ തന്നെ കടയടച്ച് പോയതായിരുന്നു. ഇന്ന് പുലർച്ചെ 3:15 കൂടി തീപിടുത്തമുണ്ടായി. അതിനകത്ത് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. ആ സിലിണ്ടറിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തീപിടുത്തത്തിന് കാരണം അതാണോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. മറ്റൊന്ന്, ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഫയർഫോഴ്സ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും തീപിടുത്തം പൂർണ്ണമായിട്ടും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഗാന്ധിനഗറിൽ നിന്നടക്കം 10ഓളം ഫയർ യൂണിറ്റുകൾ പുലർച്ചെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ പരിസരത്തൂടെ പോയ ഒരാളാണ് തീപിടുത്തം അറിഞ്ഞതും അത് ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നതും. ഒപ്പം തന്നെ കടയുടമ അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമായ തീപിടുത്തമായതുകൊണ്ട് തന്നെ ഫർണിച്ചറുകളെല്ലാം തന്നെ തീയിൽ അകപ്പെടുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല, ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, രാവിലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള അപകടമോ അളഭായമോ ഉണ്ടായിട്ടില്ല. കൃത്യമായി തന്നെ ഫയർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത് ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആളുകളെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. സഹിൻ, ഒരു ഫർണിച്ചർ കടയാണല്ലോ ഇത്. ഇപ്പോൾ വലിയ കടയായിരുന്നു. അത് എത്രത്തോളം ഒരു നാശനഷ്ടം സംബന്ധിച്ച് ഇപ്പോഴൊന്നും വിലയിരുത്താൻ സാധിക്കില്ല എങ്കിലും വലിയ കടയാണെങ്കിൽ സ്വാഭാവികമായും അതിലുള്ള വ്യാപ്തിയും വലുതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അവിടെ ഇതൊരു ഫർണിച്ചർ സെക്കൻഡ് സ്റ്റൈല്, അതായത് ഫർണിച്ചറുകൾ, പഴയ ഫർണിച്ചറുകൾ എടുത്ത് അത് നന്നാക്കി രണ്ടാമത് വിൽപ്പന നടത്തുന്ന ഒരു കടയാണ്. നിരവധി ഫർണിച്ചറുകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ചും കസേരകൾക്കാണ് പ്രാധാന്യമുള്ളത്. കസേരകളാണ് നന്നാക്കി രണ്ടാമത് കൊടുക്കുന്നത്. ആ കടയിലേക്കാണ് തീപിടുത്തം ഉണ്ടായത്. മുൻപ് ഈ കടയിൽ ഒരു കള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കടയാണ്. ഇന്ന് പുലർച്ചെ 3:15 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല. അത് വരും തുടരന്വേഷണങ്ങളിൽ മാത്രമേ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. എന്തായാലും തീ അണക്കാൻ കഴിഞ്ഞു, ആളപായമില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. മാത്രമല്ല, നിരവധി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ രാവിലെ തന്നെ ഈ തീപിടുത്തം കണ്ണിൽ കാണുകയും ആ വിവരം ഉദ്യോഗസ്ഥരെ കൃത്യമായി വിളിച്ചറിയിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഈ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ശരി സഹിൻ, എറണാകുളം നോർത്ത് ടൗൺ ഹാളിനോട് ചേർന്നുള്ള കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ കടയായിരുന്നു. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.